ഒരു ഡോക്ടറെ പോലും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു സംഭവം. സാധാരണയായി കാണാത്ത തരത്തിലുള്ള ഒരു കണ്ണ് പ്രശ്നവുമായി ഒരു യുവതി ആശുപത്രിയിലെത്തി. ആദ്യം കണ്ടപ്പോൾ തന്നെ അവളുടെ കണ്ണുകളുടെ രൂപത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് ഡോക്ടർമാർ ശ്രദ്ധിച്ചു. എന്നാൽ എന്താണ് യാഥാർത്ഥ്യ പ്രശ്നമെന്ന് ഉടൻ കണ്ടെത്താൻ സാധിച്ചില്ല. ആ യുവതി ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ആളായിരുന്നു. അവൾ ദിവസവും ജോലിസ്ഥലത്തേക്ക് പോകുന്ന വഴിയിൽ അവിടെയുണ്ടായിരുന്ന ഒരു തെരുവ് നായയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് പതിവായിരുന്നു. അതിനെ അവൾ വളരെ സ്നേഹത്തോടെയാണ് പരിചരിച്ചിരുന്നത്. ഒരു ദിവസം പതിവ് പോലെ നായ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ അതിൻ്റെ അടുത്തേക്ക് പോയി പതിയെ ഇരുന്നു. അതിനെ തലോടാൻ തുടങ്ങി. അതേസമയം അപ്രതീക്ഷിതമായി നായ തല കുലുക്കിയപ്പോൾ അതിൻ്റെ കണ്ണിൽ നിന്നൊരു ചെറിയ ദ്രവം യുവതിയുടെ കണ്ണിലേക്ക് തെറിച്ചു. ആ സമയത്ത് വലിയൊരു പ്രശ്നമായി തോന്നിയില്ലെങ്കിലും കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ അവൾക്ക് കണ്ണിൽ അസ്വസ്ഥതയും ചൊറിച്ചിലും അനുഭവപ്പെട്ടു. അത് സാധാരണമായ അലർജി ആകാമെന്ന് കരുതിയവൾ ആദ്യം അത്ര ശ്രദ്ധിച്ചില്ല. എന്നാൽ വീട്ടിൽ ആരുമില്ലാത്തതിനാൽ അവൾക്ക് ആശങ്ക തോന്നി. ഉടൻ തന്നെ ഒരു സുഹൃത്തിനെ വിളിച്ച് ആശുപത്രിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. ആശുപത്രിയിലെത്തി നടത്തിയ ആദ്യ പരിശോധനകളിൽ ശരീരത്തിൽ മറ്റെന്തെങ്കിലും അസാധാരണത കണ്ടെത്താനായില്ല. രക്തപരിശോധനകളും സാധാരണ നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഡോക്ടർമാർക്ക് പ്രശ്നത്തിൻ്റെ കാരണം ഉടൻ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ അവളുടെ കണ്ണിൽ തുടർന്നും അസ്വസ്ഥത നിലനിന്നതിനെ തുടർന്ന് കൂടുതൽ വിശദമായ പരിശോധനകൾ നടത്താൻ തീരുമാനിച്ചു. അവസാനം അവളുടെ കണ്ണിൽ നിന്നെടുത്ത ദ്രവം പരിശോധിച്ചപ്പോൾ ഒരു തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടാകണമെന്ന സംശയം ഉയർന്നു. സാധാരണയായി ഇത്തരം ഇൻഫെക്ഷനുകൾ നിയന്ത്രിക്കാൻ കഴിയുന്നതാണ്. പക്ഷേ ചിലപ്പോൾ അപൂർവ സാഹചര്യങ്ങളിൽ അത് ഗുരുതരമാകാനും സാധ്യതയുണ്ട്. അതിനാൽ കൂടുതൽ ചികിത്സയും നിരീക്ഷണവും ആവശ്യമായി വന്നതിനാൽ അവളെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാർ സ്ഥിതി ഗൗരവമായി വിലയിരുത്തി. ഇൻഫെക്ഷൻ കൂടുതൽ വ്യാപിക്കാതിരിക്കാനായി ശസ്ത്രക്രിയ നടത്തേണ്ടി വരാമെന്ന് അവർ നിർദ്ദേശിച്ചു. എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞതിന് ശേഷം കുടുംബത്തിൻ്റെ സമ്മതത്തോടെ ശസ്ത്രക്രിയ ആരംഭിച്ചു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം അവളുടെ കാഴ്ചയിൽ കുറവ് അനുഭവപ്പെട്ടു. ഏകദേശം 50% വരെ കാഴ്ച കുറഞ്ഞിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഡോക്ടർമാർ സ്ഥിരമായി അവളെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ചികിത്സ തുടർന്നതിനിടെ അവളുടെ കാഴ്ച പൂർണ്ണമായും തിരിച്ചുപിടിക്കാമോ എന്നത് അനിശ്ചിതമായിരുന്നു. സമയം കടന്നു പോകുന്നതിനനുസരിച്ച് അവളുടെ കാഴ്ച കൂടുതൽ ബാധിക്കപ്പെട്ടു. ഇത് യുവതിക്കും കുടുംബത്തിനും വലിയ മാനസിക സമ്മർദ്ദവും ദുഃഖവും ഉണ്ടാക്കി. ഈ സംഭവത്തിൽ അവളുടെ മാതാപിതാക്കൾ വളരെ വേദനയും നിരാശയും അനുഭവപ്പെട്ടു. എന്നാൽ ഡോക്ടർമാർ വ്യക്തമായി പറഞ്ഞത് ഒരു അപൂർവ സംഭവത്തിൻ്റെ പേരിൽ എല്ലാ തെരുവ് നായകളെയും കുറ്റപ്പെടുത്തുന്നത് ശരിയായ സമീപനം അല്ല എന്നാണ്. മൃഗങ്ങളെ സ്നേഹിക്കുന്നതും പരിപാലിക്കുന്നതും നല്ല കാര്യമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ വ്യക്തിപരമായ ശുചിത്വവും സുരക്ഷയും പാലിക്കുന്നത് വളരെ പ്രധാനമാണ്. ഈ കഥയുടെ പ്രധാന സന്ദേശം ഒരു ചെറിയ അശ്രദ്ധ പോലും ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കാം. എന്നാൽ അതിന് പ്രതികാരമായി ക്രൂരതയിലേക്ക് മാറുന്നതല്ല പരിഹാരം. പകരം ജാഗ്രതയും അറിവും ഉപയോഗിച്ച് ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കുന്നതാണ് ശരിയായ വഴി.